നമസ്കാരം. രാത്രിയുടെ ദേവതയാണ് സാക്ഷാൽ വരാഹിദേവി. വരാഹിദേവിയെ ആരാധിക്കുന്നവർക്ക് ക്ഷിപ്രഫലമാണ് അമ്മ നൽകുക. പല വിധത്തിലും അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ഇത് പലരുടെയും അനുഭവം തന്നെയാണ്. വരാഹിദേവിയുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ടതായ കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കാനായി പോകുന്നത്. ഈ ലക്ഷണങ്ങൾ നിങ്ങളുടെ വീടുകളിലുണ്ട് എങ്കിൽ അത് ദോഷകരമാണ്. വരാഹിദേവിയുടെ കോപത്തിന് വരെ അത് കാരണമായി തീരാം. ആ കാരണങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കാനായി പോകുന്നത്. ഏവരും ഒരു നിമിഷം സാക്ഷാൽ വരാഹിദേവിയെ വന്ദിക്കുക. അമ്മയെ ഒരു നിമിഷം വന്ദിച്ചുകൊണ്ട് വജ്രഘോഷം എന്ന കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ഏവരും ശ്രമിക്കുക. അതിൽ ആദ്യത്തെ കാര്യമായി പരാമർശിക്കുന്നത് ഐശ്വര്യത്തിൻ്റെ പ്രതീകമായ നിലവിളക്കുമായി ബന്ധപ്പെട്ടാണ്. വീടുകളിൽ സന്ധ്യയ്ക്ക് നിലവിളക്ക് തെളിയിക്കുക എന്നത് ഏതൊരു സനാതന വിശ്വാസിയും പിന്തുടരുന്ന ആചാരവുമാണ്. ചിലർ രാവിലെയും വൈകുന്നേരവും വീടുകളിൽ വിളക്ക് തെളിയിക്കാറുണ്ട്. എന്നാൽ വീടുകളിൽ നിത്യവും നിലവിളക്ക് തെളിയിച്ചാൽ ഐശ്വര്യം കളിയാടും എന്നാണ് വിശ്വാസം. എന്നാൽ ഇപ്രകാരം വിളക്ക് തെളിയിക്കുന്നതിലൂടെ നിങ്ങളിൽ നിന്നും നിങ്ങളുടെ ജീവിതത്തിൽ പ്രധാനമായും സംഭവിക്കുന്നത് തിന്മയിൽ നിന്നും നിങ്ങളെ അഥവാ അന്ധകാരത്തിൽ നിന്നും നിങ്ങളെ നന്മയുടെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരും, അല്ലെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ നിലനിർത്തും എന്നതാണ്. വിളക്ക് നിത്യവും കൊളുത്തുന്നതിലൂടെ നമ്മളിൽ വന്നു ചേരേണ്ടതായ ഈശ്വരാനുഗ്രഹം സ്വീകരിക്കാൻ നാം തയ്യാറാണ് എന്ന സൂചനയാണ് ഇതിലൂടെ സൂചിപ്പിക്കുന്നത്. ഇതില്ലാതെ നാം, അതായത് വീടുകളിൽ വിളക്ക് തെളിയിക്കാതെ എന്തു തന്നെ നാം ചെയ്താലും നമുക്ക് വിചാരിക്കുന്നതായ ഫലം ലഭിക്കണം എന്നില്ല. മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹവും ആ വീടുകളിൽ അനിവാര്യമാണ്. അതിനാൽ ഇപ്രകാരം ചെയ്യാതിരിക്കുന്ന വീടുകൾ അത് ഐശ്വര്യം നഷ്ടമാകുന്നതിനോ വന്നു ചേരുന്ന കാര്യങ്ങൾ അത് ശരിയായ രീതിയിൽ വിനിയോഗിക്കുവാൻ സാധിക്കാതെയും സംഭവിക്കാം. മൂദേവി സാന്നിധ്യം വർദ്ധിക്കുന്നതാണ്. അതിനാൽ ആ വീടുകളിൽ ദൈവിക സാന്നിധ്യം കുറയും എന്നാണ് പറയുക. അതിനാൽ തീർച്ചയായും 2 നേരം വിളക്ക് തെളിയിക്കുക. സാധിക്കാത്തവരാണ് എങ്കിൽ ഒരു നേരമെങ്കിലും വീടുകളിൽ വിളക്ക് തെളിയിച്ച് മന്ത്രങ്ങൾ അഥവാ നാമങ്ങൾ ജപിക്കുന്നത് സർവ്വ ഐശ്വര്യപ്രദമാണ്. ദേവതാ ചിത്രങ്ങൾ വേണം എന്നില്ല. എന്നാൽ മനസ്സിൽ ആ ദേവതകളെ ഭജിച്ചുകൊണ്ട്, പ്രത്യേകിച്ചും വരാഹിദേവിയെ ഭജിച്ചുകൊണ്ട് വിളക്ക് തെളിയിക്കുന്നത് സർവ്വ ഐശ്വര്യപ്രദം തന്നെയാണ്. വരാഹിദേവിയുടെ ചിത്രം വീടുകളിൽ വിഗ്രഹം വയ്ക്കുവാൻ സാധിച്ചില്ല എങ്കിൽ പോലും അമ്മയെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ വിളക്ക് തെളിയിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്രകാരം ചെയ്യാത്തവർക്ക് അനുഗ്രഹം ലഭിക്കില്ല എന്നതാണ് വാസ്തവം. അതായത് അമ്മയെ മനസ്സിൽ സ്മരിക്കാത്തതായ വ്യക്തികൾക്ക് അത് വിളക്ക് തെളിയിക്കുന്നതായ അവസരത്തിൽ മാത്രമല്ല, മറ്റവസരങ്ങളിലും അമ്മയെ നിങ്ങൾ ആരാധിക്കാതിരിക്കുകയാണ് എങ്കിൽ അത് നിങ്ങൾക്ക് അനുഗ്രഹം നഷ്ടമാകുന്നതിന് കാരണമായി തീരും. കേടായ വിഗ്രഹങ്ങൾ, ചിത്രങ്ങൾ നിങ്ങളുടെ പൂജാമുറിയിൽ ഒരു കാരണവശാലും ഉണ്ടാക്കുവാൻ പാടുള്ളതല്ല. അത് വരാഹി ചിത്രങ്ങളോ വിഗ്രഹങ്ങളോ മാത്രമല്ല, മറ്റ് ചിത്രങ്ങളും ഉണ്ടാകുവാൻ പാടുള്ളതല്ല. അത് വീടിന് അശുഭകരമായി ഭവിക്കും. അത്തരം വീടുകളിൽ ദേവിയുടെ അനുഗ്രഹം കുറയും, നഷ്ടമാകും എന്നാണ് പറയുക. ആ കാര്യവും പ്രത്യേകം ശ്രദ്ധിക്കണം. മറ്റൊരു വ്യക്തിയുടെ അല്ലെങ്കിൽ ശത്രുവിൻ്റെ നാശം മനസ്സിൽ വെച്ച് പ്രാർത്ഥിച്ചാൽ ദേവീ കോപം ഉറപ്പാണ്. അതിനാൽ ആ വീടുകളിൽ ദേവിയുടെ അനുഗ്രഹം സാന്നിധ്യം ഉണ്ടാകില്ല എന്നാണ് പറയുക. അതിനാൽ മനഃശുദ്ധിയോടെ തന്നെ നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ, വിളക്ക് തെളിയിച്ച് അമ്മയെ പ്രാർത്ഥിക്കുവാൻ ശ്രമിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ദുരിതപൂർണമായ അവസ്ഥകൾക്ക് കാരണമായി തീരുന്ന വ്യക്തികൾക്ക് അമ്മ തന്നെ ശിക്ഷ നൽകുന്നതാണ്, അല്ലെങ്കിൽ അവർക്ക് തിരിച്ചടികൾ വന്നു ചേരും എന്നതാണ് വാസ്തവം. അതിനാൽ നിങ്ങൾ പ്രാർത്ഥിക്കാതെ തന്നെ അത്തരം കാര്യങ്ങൾ അമ്മ മനസ്സിലാക്കി പ്രവർത്തിക്കും എന്ന കാര്യം ഓർക്കുക. അമ്മയെ നിങ്ങൾ ആരാധിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഐശ്വര്യങ്ങൾ മാത്രമേ വന്നു ചേരൂ. അതിന് വിഘ്നം നിൽക്കുന്നതായ കാര്യങ്ങൾ എല്ലാം തന്നെ അമ്മ അകറ്റുക തന്നെ ചെയ്യും. മദ്യം, ലഹരി ഉപയോഗിച്ച് ഒരിക്കലും ദേവിയെ ആരാധിക്കുവാൻ പാടുള്ളതല്ല. ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ അഥവാ ഇപ്രകാരം ആരാധിക്കുന്നതിലൂടെ അത് നിങ്ങൾക്ക് ദേവീകോപത്തിന് കാരണമായി തീരും എന്ന കാര്യം പ്രത്യേകം ഓർക്കണം.
സ്ത്രീകളെ ഒരിക്കലും അപമാനിക്കുകയോ അല്ലെങ്കിൽ അവരുടെ മനസ്സ് വിഷമിപ്പിക്കുകയോ ഉപദ്രവിക്കുകയോ ചെയ്യരുത് എന്നാണ് പറയുക. കാരണം ഏതൊരു സ്ത്രീയും സാക്ഷാൽ മഹാലക്ഷ്മി ദേവിക്ക് തുല്യമാണ്. അതിനാൽ നിങ്ങൾ ഇപ്രകാരം അവരെ അപമാനിക്കുന്നതിലൂടെ മഹാലക്ഷ്മി ദേവിയുടെ കോപവും വരാഹി ദേവിയുടെ കോപവും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. അത്തരം വീടുകളിൽ ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകില്ല എന്നാണ് പറയുക. അതിനാൽ സ്ത്രീകളെ ഉപദ്രവിക്കരുത് എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. വിശ്വാസത്തോടെ മാത്രമേ അമ്മയെ ഭജിക്കുവാൻ പാടൂ. വിശ്വാസമില്ലാതെ പരീക്ഷിക്കുവാനായി ഒരിക്കലും അമ്മയെ ഭജിക്കുവാൻ പാടുള്ളതല്ല. ഇപ്രകാരം വരാഹി ദേവിയെ നിങ്ങൾ ആരാധിക്കുകയാണ് എങ്കിൽ അത് നിങ്ങൾക്ക് തിരിച്ചടികൾക്കും വിഷമങ്ങൾക്കും കാരണമായി തീരും എന്നുകൂടി ഓർക്കുക. ഒരിക്കലും അമ്മയെ, ഈശ്വരന്മാരെ നിങ്ങൾ നിഷിക്കുവാൻ പാടുള്ളതല്ല. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് സമയമായിട്ടില്ല എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതല്ല. അല്ലെങ്കിൽ ഒരു നിമിഷത്തെ ദേഷ്യത്താൽ ചില അവസരങ്ങളിൽ ചില വ്യക്തികൾ ഈശ്വരനെ, വരാഹി ദേവിയെ നിഷിക്കുന്നവരുണ്ടാകാം. അത്തരം വ്യക്തികൾക്ക് അമ്മയുടെ അനുഗ്രഹം നഷ്ടമാകും എന്നതാണ് വാസ്തവം. അതിനാൽ അമ്മയിൽ പൂർണ്ണമായ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് അമ്മയോട് പ്രാർത്ഥിച്ചതായ കാര്യങ്ങൾ ജീവിതത്തിൽ നടക്കും എന്ന ഉറച്ച വിശ്വാസത്തോടെ പ്രവൃത്തികളോടെ മുന്നോട്ട് പോവുകയാണ് എങ്കിൽ തീർച്ചയായും അമ്മയുടെ അനുഗ്രഹം വർദ്ധിക്കുക തന്നെ ചെയ്യും. മൃഗങ്ങളെ ഉപദ്രവിക്കരുത് എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. ഇപ്രകാരം ചെയ്യുന്നതും ദേവീകോപത്തിന് കാരണമായി തീരുന്ന കാര്യങ്ങളാണ്. ശരീരശുദ്ധിയോടെ അമ്മയെ ആരാധിക്കുന്നത് കൂടുതൽ ഉത്തമമാണ്. എന്നാൽ ഒരു ആപത്കരമായ സമയത്ത് അമ്മയെ നിങ്ങൾക്ക് ആരാധിക്കുന്നതിൽ തെറ്റില്ല. അല്ലാത്ത സമയങ്ങളിൽ ശരീരശുദ്ധിയോടെ തന്നെ അമ്മയെ നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ, ആരാധിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വീടും പരിസരവും എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കേണ്ടത് അനിവാര്യമാണ്. അത്തരം വീടുകളിൽ മാത്രമാണ് ഈശ്വരാധീനം, ഈശ്വര സാന്നിധ്യം നിലനിൽക്കൂ, മഹാലക്ഷ്മി കടാക്ഷം വർദ്ധിക്കൂ. അതല്ല എങ്കിൽ ആ വീടുകളിൽ നെഗറ്റീവായ ഊർജം വർദ്ധിക്കും. നിങ്ങൾ എന്ത് തന്നെ ചെയ്താലും വീടും പരിസരവും വൃത്തിയല്ല എങ്കിൽ ആ വീടുകളിൽ നെഗറ്റീവ് ഊർജവും മൂദേവി സാന്നിധ്യവും നാൾക്ക് നാൾ വർദ്ധിക്കും. ഈശ്വരാധീനം ക്രമേണ നഷ്ടമാകും. അമ്മയുടെ അനുഗ്രഹം, മഹാലക്ഷ്മി ദേവിയുടെ കടാക്ഷം നിങ്ങളുടെ വീടുകളിൽ നിന്നും നഷ്ടമാകും. അതിനാൽ തീർച്ചയായും ആ കാര്യത്തിലും പ്രാധാന്യം നിങ്ങൾ നൽകണം. ചില വ്യക്തികൾ മുതിർന്നവരെ ബഹുമാനിക്കാത്തവരുണ്ടാകാം. മുതിർന്നവരെ ഉപദ്രവിക്കുകയോ അല്ലെങ്കിൽ തർക്കുത്തരങ്ങൾ പറയുകയോ അവരുടെ മനസ്സ് വിഷമിപ്പിക്കുകയോ അപമാനം നേരിടുകയോ അത്തരം കാര്യങ്ങൾ സംഭവിക്കാം. ഇത്തരത്തിൽ നിങ്ങൾ ചെയ്യുന്ന വ്യക്തികളാണ് എങ്കിൽ അമ്മയുടെ അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കില്ല എന്നതാണ് വാസ്തവം. പല വിധത്തിലും തിരിച്ചടികൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. അമ്മയുടെ സാന്നിധ്യം നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അകന്ന് പോകുന്നതുമാണ്. അമ്മയുടെ കടാക്ഷം നിങ്ങളിൽ നിന്നും അകന്നു പോകും. അതിനാൽ ഒരിക്കലും ഈ കാര്യം ചെയ്യുവാൻ പാടുള്ളതല്ല. മുതിർന്നവരെ നിങ്ങൾ ബഹുമാനിച്ച് തന്നെ മുന്നോട്ട് പോകണം എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. മറ്റുള്ളവരുടെ വീഴ്ചയിൽ നിങ്ങൾ സന്തോഷിക്കുവാൻ പാടുള്ളതല്ല. നിങ്ങൾ അമ്മയെ ആരാധിക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ തടസ്സമായി നിൽക്കുന്ന അല്ലെങ്കിൽ ദുരിതപൂർണമായ അവസ്ഥകൾക്ക് കാരണമാകുന്ന വ്യക്തികൾക്ക് അമ്മ തന്നെ ശിക്ഷ നൽകുന്നതാണ്. എന്നാൽ അത്തരം പ്രവൃത്തികളിൽ അത്തരം കാര്യങ്ങൾ വന്നു ചേരുമ്പോൾ ഒരിക്കലും നിങ്ങൾ അതിൽ സന്തോഷിക്കുവാൻ പാടുള്ളതല്ല. നിങ്ങൾ നിങ്ങളുടെ കർമ്മവുമായി മുന്നോട്ട് പോവുകയാണ് ചെയ്യേണ്ടത്. അമ്മ നൽകിയിരിക്കുന്നതായ അവസരം, അതായത് അമ്മ നൽകിയിരിക്കുന്നതായ ഭാഗ്യസമയം ശരിയായ രീതിയിൽ നിങ്ങൾ വിനിയോഗിക്കേണ്ടത് അനിവാര്യമാണ്. അതോടൊപ്പം അമ്മയെ നിത്യവും ആരാധിക്കുക. അമ്മയുടെ നാമങ്ങൾ മനസ്സിൽ സ്മരിക്കുന്നത് പോലും ഏറ്റവും വിശേഷമാണ്. ക്ഷിപ്രപ്രസാദി തന്നെയാണ് സാക്ഷാൽ വരാഹി ദേവി. അതിനാൽ തന്നെ പെട്ടെന്ന് ജീവിതത്തിൽ ഫലങ്ങൾ ലഭിക്കുന്നതാണ്. ഇത്തരത്തിൽ നിരവധിയാർന്ന അനുഭവങ്ങൾ പല വ്യക്തികളുടെയും ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടേ ഇരിക്കുന്നതായ കാര്യമാണ്. നിങ്ങൾക്കും അത്തരത്തിൽ സംഭവിക്കുന്നുണ്ട് എങ്കിൽ, സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ആ കാര്യങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതല്ല എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അമ്മയുടെ അനുഗ്രഹം കുറയും. ആ വീടുകൾക്ക് അമ്മയുടെ അനുഗ്രഹം നഷ്ടമാകും എന്ന് തന്നെ പരാമർശിക്കാം.